ക്യാമ്പസ് മാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ BBA, BCom, എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റുഡൻസ് പല കുട്ടികളും വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം, അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനുള്ള ഒരു വളരെയധികം വലിയ ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടാറുണ്ട്. ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള നോളജ് കുറവായിരിക്കും. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത് മാത്രമല്ല, ആ ഒരു ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും അവർക്ക് ഉണ്ടാവില്ല. ശരിക്കും എന്തായിരിക്കും റീസൺ? എന്തൊക്കെ കൊണ്ടായിരിക്കാം ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്? സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്സിനെ കുറിച്ചും സെമിനാറുകളെ കുറിച്ചും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇന്റേൺഷിപ്സിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ നാട്ടിലെ പല സ്റ്റുഡൻസും ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഒരു നെയിം സൈക്കിനാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റേണൽ മാർക്സ് കിട്ടാൻ. അതായത് കോളേജിൽ നിന്ന് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് അപ്ഗ്രേഡ് ആക്കാന്നുള്ള ഒരു റീസൺ കൊണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ഈ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെസ്യൂമിൽ നമ്മുടെ വെറും ഒരു ഡിഗ്രിയുടെ കാര്യം മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഫില്ലാക്കാൻ വേണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് കുറേ കുട്ടികൾ ഇന്റേൺഷിപ്പ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അതിലും വലിയ രസമാണ്. ഈ നാട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ പേരൻസ് പെട്ടെന്ന് പുറത്തോട്ടൊന്നും വിടത്തില്ല. ഇന്റേൺഷിപ്പ് എന്നൊരു പേരും പറഞ്ഞിട്ട് ഒരു ട്രിപ്പ് അടിക്കാനുള്ള രീതിയിലും കുറച്ച് കുട്ടികൾ ഇന്റേൺഷിപ്പ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ള 3 റീസൺസ് ആണ് മേജറായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ എക്സ്പോഷർ. നമ്മൾ സബ്ജക്ട്സിൽ പഠിച്ച പല കാര്യങ്ങളും ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ കഴിയുന്നത് ഈ ഒരു ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ്. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നെറ്റ്വർക്ക്സ്. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡസ്ട്രിയിൽ ആൾക്കാരുമായിട്ട് നല്ലൊരു കണക്ഷൻസ് കിട്ടാനും അതുപോലെ നമ്മുടെ കരിയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസും ഒരു മെൻറ്റർഷിപ്പൊക്കെ നമുക്ക് ഈ ഇന്റേൺഷിപ്സിലൂടെ കിട്ടും. സോ അടുത്തതായിട്ട് ടു നോ അബൌട്ട് ദ ഇൻഡസ്ട്രീസ് ആണ്. സോ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കാനും ആ ഒരു ഇൻഡസ്ട്രിയുടെ വർക്ക് കൾച്ചറിനെ കുറിച്ചും ആ ജോബ് നേച്ചറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന HR-നെ ഒരു പക്ഷേ നല്ല രീതിയിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് മോട്ടിവേഷനും ഒരു നല്ല കോൺഫിഡൻസും കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആവാം. സോ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി എന്താണെന്നും അവിടുത്തെ ജോബിൻ്റെ രീതികളും ടൈമിങ്ങുകളും അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സിൻ്റെ ഓപ്ഷൻസും ഏതൊക്കെയാണ് ടോപ്പ് മോസ്റ്റ് കമ്പനീസ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ പഠിച്ച് കഴിയുന്നതിന് മുന്നേ കിട്ടുന്നത് നിങ്ങളുടെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്സ് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെയിം സേക്കിന് ചെയ്യുന്ന ഒരു കാര്യമായി കാണരുത്. നിങ്ങൾ ഒരു ജോബിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമോ അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് നിങ്ങളുടെ കരിയറിലെ ഇന്റേൺഷിപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെമിനാറുകളാണ്. നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ഒക്കെ വന്നിട്ട് നമുക്ക് സെമിനാറുകൾ എടുക്കാറുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് ആരും ഇതിനൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷേ അറ്റൻഡൻസ് കട്ടാക്കുമെന്നുള്ള ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓടി ആ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകും. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ്? കുറച്ച് പേര് ഉറങ്ങും, കുറച്ച് പേര് മൊബൈൽ ഫോണിൽ കളിക്കും. ശരിയല്ലേ? കാരണം വേറൊന്നുമല്ല, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ എക്സാമിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, നമ്മുടെ ഇന്റേണൽ മാർക്സിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മെൻറ്റാലിറ്റി. ശരിയാ, എക്സാംസിനെയും ഇന്റേണൽ മാർക്സിനൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല, പക്ഷെ നമ്മുടെ കരിയറിനെ അഫക്റ്റ് ചെയ്തേക്കാം. ഒരുപാട് അനുഭവങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തേക്കാം, നിങ്ങളുടെ സബ്ജക്ട്സിനെ കുറിച്ചും ഇൻഡസ്ട്രിയെക്കുറിച്ചും. പക്ഷേ ആ ഒരു 1 hour ക്ലാസ്സിൽ നിങ്ങളുടെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചോദ്യവും ഒരു ഉത്തരവും ഒരു 2 മിനിറ്റിൻ്റെ സംസാരത്തിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ അവിടെ ആരും തന്നെ ഉത്തരം നൽകാത്ത ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകിയെന്ന് വരാം. അത് നിങ്ങളുടെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഈ ഉത്തരങ്ങളെല്ലാം അന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആ ഒരു സെമിനാറിൽ നിന്ന് കിട്ടിയതും ആവാം. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം ലിസൺ ചെയ്യണം. ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പുതിയ ജീവിതം തന്നെ ആ വാക്കുകൾ തന്നേക്കാം. സോ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ക്യാമ്പസ് മാനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.